കഴിഞ്ഞ ദിവസം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായ വലിയൊരു സംഭവം തന്നെ അരങ്ങേറുകയുണ്ടായി. ഒരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 2009 ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ നിന്ന് മോഹൻലാലിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി സംവിധായകനും അവാർഡ് ജൂറിയുമായിരുന്ന സിബി മലയിൽ രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. മോഹൻലാലിന് പകരം ഷാറുഖ് ഖാന് പുരസ്കാരം നൽകിക്കൂടെയെന്നാണ് ചെയർമാൻ പറഞ്ഞതെന്നും സിബി മലയിൽ വ്യക്തമാക്കുകയാണ്. PT കുഞ്ഞുമുഹമ്മദ് രചനയും സംവിധാനം നിർവഹിച്ച പരദേശി എന്ന സിനിമയ്ക്ക് 4 പുരസ്കാരങ്ങൾ ലഭിക്കാമായിരുന്നിട്ടും തഴയപ്പെടുകയായിരുന്നു എന്നും സംവിധായകൻ പറഞ്ഞു. കുഞ്ഞു മുഹമ്മദിന്റെ ജീവിതത്തെക്കുറിച്ച് PT കലയും കാലവും എന്ന പേരിൽ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാംസ്കാരിക മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിബി മലയിന്റെ നിർണായക വെളിപ്പെടുത്തൽ. അന്ന് മോഹൻലാലിന് പകരം ഷാറുഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തൂടെ എന്നും അപ്പോൾ അവാർഡ് ദാന പരിപാടി കൊഴുക്കുമെന്നും ചെയർമാൻ പറഞ്ഞിരുന്നു എന്നായിരുന്നു സിബി മലയിൽ വെളിപ്പെടുത്തിയത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം പട്ടികയിൽ നിന്നും അവസാന നിമിഷം ഗായിക സുജാതയുടെ പേരും അട്ടിമറിച്ചെന്നും സിബി മലയിൽ വ്യക്തമാക്കി. ഛായാഗ്രഹകൻ സണ്ണി ജോസഫും ഞാനുമാണ് ആ ജൂറിയിൽ ഉണ്ടായിരുന്ന മലയാളികൾ. പരദേശിക്ക് സംവിധായകൻ, ചമയം, ഗാനരചന, ഗായിക എന്നിവയ്ക്ക് എന്തായാലും അവാർഡ് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ശക്തമായി വാദിക്കുകയും ചെയ്തു. സുജാതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് സമിതി തീരുമാനിച്ച് എഴുതിയതായിരുന്നു. എന്നാൽ ഉച്ചഭക്ഷണത്തിന് എന്ന പോലെ എത്തിയ ഉത്തരേന്ത്യക്കാരായ ഫെസ്റ്റിവൽ ഡയറക്ടർ ആർക്കാണ് ഗായികയ്ക്കുള്ള അവാർഡ് എന്ന് ചോദിച്ചു. സുജാതയ്ക്കെന്നറിഞ്ഞപ്പോൾ ജബ് വി മീറ്റിലെ ശ്രേയ ഘോഷാലിന്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം മുൻകൈയെടുത്ത് വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അവാർഡ് തിരുത്തുകയായിരുന്നു. ജൂറിക്ക് രഹസ്യ സ്വഭാവമുണ്ടെന്നും കാലം കുറെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു പറയുന്നത്. ഉത്തരേന്ത്യക്കാരോട് മത്സരിച്ച് മലയാള സിനിമാ പ്രവർത്തകർക്ക് അവാർഡുകൾ നേടുന്നത് തന്നെ വലിയ സംഭവമാണ്. സിബി മലയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതേസമയം ഇക്കാര്യം തനിക്ക് പുതിയതല്ലെന്നും അന്നേ അറിഞ്ഞിരുന്നുവെന്നും ഈ സംഭവത്തിൽ ഇനി എന്ത് പ്രതികരിക്കാനാണെന്നും സുജാതയും പ്രതികരിക്കുകയുണ്ടായി. അവാർഡിൽ നിന്നും തന്നെ തഴഞ്ഞ കാര്യം സുജാത പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം തന്നോട് പറഞ്ഞിരുന്നെന്ന് പരദേശി സിനിമയുടെ സംഗീത സംവിധായകൻ കൂടിയായ രാജേഷ് നാരായണനും പറയുകയുണ്ടായി. പുരസ്കാര പ്രഖ്യാപനത്തിന് തലേ ദിവസം തനിക്കായിരിക്കും പുരസ്കാരമെന്ന് സുജാത വിളിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ അവാർഡ് പ്രഖ്യാപന സമയത്ത് മറ്റൊരാൾക്കായിരുന്നു പുരസ്കാരം. മറ്റൊരു ഗാനത്തിന്റെ റെക്കോർഡിംഗിന് പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ സുജാത ഇക്കാര്യം വളരെ സങ്കടത്തോടെ പറഞ്ഞതായും രമേശ് നാരായണൻ പറഞ്ഞു. സമാനമായ രീതിയിൽ മകരമഞ്ഞ് എന്ന ചിത്രത്തിന് എനിക്ക് പുരസ്കാരം ലഭിക്കുമെന്ന് ചാനലുകളിൽ സ്ക്രോളിംഗ് പോയിരുന്നു. രമേശ് നാരായണൻ പറഞ്ഞത് ഇങ്ങനെ: പുരസ്കാര നിർണയത്തിൽ നോർത്ത് ഇന്ത്യൻ ലോബി ഉണ്ടെന്ന് പറയേണ്ടി വരുമെന്നും സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വേർതിരിവ് ഉണ്ടെന്നും രമേശ് നാരായണൻ പറഞ്ഞു. മികച്ച സംവിധായകൻ, ഗാനരചയിതാവ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിവയ്ക്ക് കൂടി ചിത്രം പരിഗണിച്ചിരുന്നെങ്കിലും ഒടുവിൽ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിന് മാത്രം പുരസ്കാരം ലഭിക്കുമായിരുന്നു എന്നും സിബി മലയിൽ വെളിപ്പെടുത്തി. പകരം മികച്ച ചമയമൊരുക്കിയതിന് പട്ടണം റഷീദ് മാത്രമാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം മോഹൻലാലിനും മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം PT കുഞ്ഞുമുഹമ്മദിനും ചിത്രം നേടിക്കൊടുത്തു.